വയലൻ്റ് ആയിട്ടുള്ള സിനിമകൾ, ഒരുപാട് വയലൻസ് കാണിക്കുന്ന സിനിമകൾ, അതിനോട് ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർക്ക് ഒരു പുതിയ സ്നേഹം കൂടുതൽ ഉണ്ടായിട്ടില്ലേ എന്നൊരു തോന്നലുണ്ട് ഈ അടുത്ത് റിലീസായ ചില സിനിമകളുടെ വിജയം, അതുപോലെ ഇനി റിലീസിന് തയ്യാറെടുക്കുന്ന ചില സിനിമകൾ ഒക്കെ കാണുമ്പോൾ അത്തരം സിനിമകളും ഉണ്ടാവട്ടെ അല്ലേ. സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാത്തരം സിനിമകളും ഉണ്ടാവണം, അതിനൊക്കെ ഇവിടെ ഒരു ഫാൻ ബേസും ഉണ്ടല്ലോ. പക്ഷേ ഒറിജിനൽ സിനിമ ഉണ്ടാവുക എന്ന് പറയുന്നിടത്താണ് ഇത്തരം സിനിമകളിൽ പലതും പരാജയപ്പെടുന്നുണ്ടാവുക. ഏതെങ്കിലും ഒരു മുൻ മാതൃകയെ നിലനിർത്തിയിട്ട് ആ ഒരു പ്ലോട്ട് അതുപോലെ എടുത്ത് ഇപ്പുറത്ത് വെച്ചിട്ട് ഇവിടെയും വെട്ടും കുത്തും കൊലയും എന്ന് കാണിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ല വിഷ്വലൊക്കെ ചെയ്ത് അങ്ങനെ സെറ്റാക്കി കാണിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരു ഒറിജിനൽ സ്റ്റോറിയിൽ നിന്നുകൊണ്ട് കുറച്ചുകൂടി ഇമോഷണൽ കണക്റ്റ് ഉണ്ടാക്കി, അതായത് കാണുന്ന പ്രേക്ഷകന് ഓരോ ഇടിയും വെട്ടും ആവശ്യമാണ് എന്ന ഫീല് ജനിപ്പിച്ചുകൊണ്ട് തന്നെ അത് ചെയ്യിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ക്രാഫ്റ്റാണ്. ലാസ്റ്റ് വന്ന കിൽ എന്ന് പറയുന്ന സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് അങ്ങനെ ഒരു ഒറിജിനൽ തീം കാണാൻ പറ്റും. അത്തരമൊരു സിനിമയാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അത് കിടക്കുന്ന കണ്ടു. എന്നാൽ പിന്നെ ആ സിനിമ ഒന്ന് സജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. 100 മില്ലി ബ്ലഡ് കാണിച്ചിട്ട് ബ്ലഡാണ് വയലൻസ് ആണ് എന്ന് പറയുന്ന പോലെയല്ല, ലിറ്റർ കണക്കിന് ചോരയാണ് ഈ സിനിമയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നിഞ്ച അസാസിൻ എന്നാണ് സിനിമയുടെ പേര്. ഇതിൻ്റെ സെക്കൻഡ് ഹാഫിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ റിലീസ് ആയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു സ്റ്റോറി ഉണ്ട്, ഒരു ഒറിജിനൽ പരിപാടിയുണ്ട് എന്നുള്ളതാണ്. അതൊരു കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അത് നമുക്ക് കാണുമ്പോൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ ആക്ഷൻ രംഗങ്ങൾ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൾച്ചറുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന, മാർഷൽ ആർട്സുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിനെ എങ്ങനെ ഗംഭീരമായിട്ട് കൊറിയോഗ്രാഫി ചെയ്യാൻ പറ്റും, ആൻഡ് ഈ ലൈറ്റിനെയും ഷാഡോവിനെയും യൂസ് ചെയ്തിരിക്കുന്ന രീതി വിഷ്വൽ അതിഗംഭീരമാണ്. എന്ന് വെച്ചാൽ അതിഗംഭീരം. ആ സിനിമയിലെ പല വിഷ്വൽസും അല്ലെങ്കിൽ അതിലെ പല പാറ്റേൺസും നിങ്ങൾ പിന്നീട് വന്നിട്ടുള്ള പല സിനിമകളിലും നോക്കിയാൽ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് വന്നിട്ടില്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ എടുത്തു വെച്ചിരിക്കുന്ന രീതി, അതിൻ്റെ ലൈറ്റിങ്, അത് ഭയങ്കര രസമാണ്. ആൻഡ് ഈ പറയുന്ന ഫൈറ്റ് കൊറിയോഗ്രഫി, എവിടെ നിന്ന് ഈ ഫൈറ്റർ വരുന്നു എന്നുള്ളത്, പിന്നെ ഈ ഒരു സീൻ ബിൽഡ് ചെയ്യുക എന്ന് പറയില്ലേ, അതായത് ഇവർ വരും, പരിപാടിയൊക്കെ നടക്കും, വെട്ടും കുത്തുമൊക്കെ ആയിരിക്കും, പിന്നെ ആരും മിച്ചം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു സീൻ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇപ്പോൾ വരും എന്ന് പറയുന്ന ആ ഒരു സീൻ ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് അടിപൊളിയായിട്ട് ഈ സിനിമയിലുണ്ട്. എല്ലാ ഫൈറ്റിലും നമുക്കത് കാണാൻ പറ്റും. പിന്നെ ഓഫ് കോഴ്സ് ഇതിൽ കുറേ ഗംഭീര സീക്വൻസുകളുണ്ട്, ഗംഭീര ഡയലോഗുകളുണ്ട്. നിഞ്ച അസാസിൻ എന്ന് പറയുന്ന സിനിമ കണ്ടയാളാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഡയലോഗ് ആ സിനിമയിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാര്യം എൻ്റെ മനസ്സിൽ ആ ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ. ഇനി കണ്ടിട്ടില്ലാത്ത ആളാണെങ്കിൽ കുറച്ച് വയലൻസ് അത്തരത്തിലുള്ള സിനിമകളൊക്കെ കാണുക, അല്ലെങ്കിൽ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള നല്ല പാക്ഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ സിനിമ കാണുക എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ സിനിമ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.